ഈ വാർത്ത എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. അധികമാരും ഈ വാർത്തയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ളവര് രാഷ്ട്രീയം നോക്കിയും മതം നോക്കിയും ജാതി നോക്കിയുമാണല്ലോ വ്യക്തികളെ അംഗീകരിക്കാറുള്ളത്. ഒരു വ്യക്തി നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്ന് പറയുന്നതിന് മുമ്പ് അയാളുടെ രാഷ്ട്രീയം എന്താണ്, മതം എന്താണ്, ജാതി എന്താണെന്നായിരിക്കും ആദ്യം നമ്മൾ നോക്കുക. അതിനുശേഷം മാത്രമേ നല്ലതൊക്കെ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കത്തില്ല. അപ്പോൾ ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ജപ്തി കാരണം വഴിയാധാരമായി പോയൊരു കുടുംബം. ആ കുടുംബത്തിന് 4 ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി സാർ കൊടുത്തത്. 4 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ജപ്തി നടപടികൾ ഇല്ലാതെയാക്കി അവർക്ക് ആ വീട് തിരിച്ചു കൊടുത്തു. സുരേഷ് ഗോപി സാർ മാത്രമല്ല, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ചാനലുകാരും അതിനകത്ത് നല്ലൊരു മനസ്സ് തന്നെയാണ് കാണിച്ചത്. ബാക്കി വന്ന 1 ലക്ഷം രൂപ ആ ചാനലുകാരാണ് കൊടുത്തത്. അപ്പോൾ അധികം ആരും ഇത്തരം വാർത്തകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാറില്ല, ചർച്ച ചെയ്യാറില്ല. നല്ലത് ആര് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം. അതിനൊരിക്കലും നമ്മൾ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാൻ പാടില്ല.